പിന്നെ ചേച്ചി ആദ്യം ചേച്ചി ഈ പറഞ്ഞ ഡബിങ്ങിന് നല്ല സ്വരമായത് കൊണ്ടാണ് ചേച്ചിയെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞു. അതിന് മുമ്പും ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു. ഒരു പാട്ട് പാടൂ? ഇല്ല പ്ലീസ്. എന്തോ ചേച്ചി ഒരു മൂളിപ്പാട്ടെങ്കിലും പാടും? ഇല്ല, ഇപ്പൊ എനിക്ക് പാടാൻ പറ്റില്ല. കുറെ വർഷങ്ങളായിട്ട് പാടുന്ന ടാലന്റ് ഒക്കെ അങ്ങ് പോയി. ഒരു വരിയെങ്കിലും പാടി. എനിക്ക് ഭക്ഷണം എന്താ ഒരു വരി പാട്ടൊന്നും ഞാൻ പാടില്ല. ഒരു പാട്ട് ഇല്ല, പണ്ടത്തെ പോലെ സാന്നൊന്നും പാടരുത്. വൃത്തിയുള്ള പാട്ട് പാടണം. ഒരു മൂളിപ്പാട്ട് പാടി ചേച്ചി. ഒരെണ്ണം, ഒരു വരി. പാട്ടൊന്നും കേൾക്കാറില്ല. ഇത് എന്ത് മനുഷ്യസ്ത്രീ? ഇത് ഡബിങ് മാത്രമേ നോക്കാറില്ല. ദുഷ്ടത. പാട്ട് പാടില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, മണിച്ചിത്രത്തിലെ ഗംഗ. അതും പറ്റൂല, ഇതും പറ്റൂല. അതൊന്നും ഞാൻ പറയില്ല. പിന്നെ അത് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു നീ എനിക്ക് ചോറ് തരാതെ എന്താ ചപ്പാത്തി തരുന്നത്? സന്ധ്യ നേരത്തൊക്കെ ചോറ് തിന്നുന്ന സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയാവോ? ഒരു ചപ്പാത്തി കഴിക്കേ. ഡയറ്റ് വേണമെങ്കിൽ കഴിക്കാം. ആദ്യം നീ വെച്ചത് എങ്ങനെയുണ്ട് നോക്കട്ടെ. നോക്കാം. ഇതെന്താ സാധനം? ഇതൊരു ഗ്രേവി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഇതിന് കുറ്റം പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് പേടിയായി ചേച്ചിയെ. എല്ലാരും ഇപ്പൊ ചേച്ചി തന്നെ നോക്കുന്നത്, ഞാനല്ല. എന്റെ പ്രേക്ഷകർക്കൊക്കെ മൊത്തം അറിയണ്ടേ ചേച്ചിയുടെ. ഞാൻ ചേച്ചി കഴിച്ചിട്ട് എന്നെ നോക്കണ്ട. ഇതിന്റെ പേരെന്താ? ചില്ലി ഫിഷ് ആണോ? ആണോന്ന് എന്റെ ദൈവമേ, എന്നെ കൊല്ലേ. കൊള്ളാം. ഇഷ്ടായോ? നന്നായിട്ടുണ്ട്. സമാധാനായി. കണ്ടോ ചേച്ചി, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും കേട്ടോ. അതുകൊണ്ട് എന്റെ പ്രേക്ഷകർക്ക് ഇപ്പൊ മനസ്സിലായില്ലേ. ശരിക്കും എന്റെ മോൻ ചേച്ചി തിന്നുവല്ലായിരുന്നു മീനെ. അസലായിട്ടുണ്ട്. ഞാൻ ഒരുവിധം പെട്ട ഭക്ഷണമൊന്നും അത്ര പെട്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ആളാണ്. കറക്റ്റാണ്. കാരണം എനിക്ക് അറിഞ്ഞുകൂടാത്തതുണ്ട്. എനിക്ക് തന്നെ അപ്രിസിയേഷൻ അല്ല, ദുഷ്ട. ചേച്ചി ഈ പറഞ്ഞാല് ചേച്ചി അടുക്കളയിലേ കയറുവല്ലേ? ആണക്കേട്. എന്നതാ ചേച്ചി അപ്പൊ വീട്ടിലുണ്ടാക്കുന്ന ചോറും കറിയും ഒന്നും ഇല്ലേ? വീട്ടിൽ അടുക്കള ഉണ്ടാക്കാൻ ഒരാളുണ്ടല്ലോ. ആ അത് ശരി. അപ്പൊ ചേച്ചി അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ എന്നേലും ഉപ്പോ എന്നേലും കുറവാണെങ്കിൽ അത് കഴിക്കുമ്പോ പറയും കൂടിപ്പോയി കുറഞ്ഞു പോയെന്ന്. കഴിക്കുമ്പോ പറഞ്ഞാ പറയാം. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ ചേച്ചി ഭക്ഷണമൊക്കെ ജീവിതത്തിൽ ഇത്ര വലിയ വിഷയമാണ്. പിന്നെ ഞങ്ങൾക്ക് എനിക്ക് എന്നെ ഭക്ഷണം തന്ന ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റൂല. ഇപ്പൊ നല്ലല്ലേ? ഞാൻ നിനക്ക് കീഴ്പ്പെട്ടിട്ടൊന്നും പറഞ്ഞില്ല, ഉള്ളത് നല്ല കാര്യം പറയാനേ പറഞ്ഞുള്ളൂ. അല്ല, ഫുഡ് നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. ആദ്യമായിട്ടാണ് ചില്ലി ഫിഷ് ഞാൻ കഴിക്കുന്നത്. അസലായിട്ടുണ്ട്. പക്ഷേ അല്ലല്ല, ഇതിനുള്ള പക്ഷേ അല്ല. അതായത് അടുക്കളയിൽ കയറാത്ത എന്താന്ന് വെച്ചാൽ ഈ ഭക്ഷണം പണ്ട് മുതലേ ഒരു വലിയ വിഷയമല്ല. എനിക്കിപ്പോൾ വിശന്നാൽ ഇപ്പോൾ ബിസ്ക്കറ്റും കാപ്പിയും തന്നാലും ഞാൻ ഹാപ്പിയാണ്. ഇനി ഇല്ല വെറും കാപ്പി മാത്രമേ ഉള്ളൂ ഇവിടെ ഇതേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഓക്കെ, എന്നാലും ഐ എം ഹാപ്പി. ഇനി വിഭവസമൃദ്ധമായി എൻ്റെ മുമ്പിൽ വെച്ചാലും ഞാൻ അമിതമായി സന്തോഷിക്കുമോ അതെല്ലാം കൂടെ ഹെവി ആയിട്ട് കഴിക്കാം, അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിൽക്കുന്നവർക്ക് വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ എന്ത് കൊടുത്താലും മുഖത്തൊരു ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ചേച്ചി? നാടൻ ഭക്ഷണം മാമ്പഴപ്പുളിശ്ശേരി. ഇത് വന്നപ്പോ നേരം തൊട്ട് കേൾക്കുക. വേറെ എന്നതേലും പറഞ്ഞേ. തൈര് സാദം. തൈര് സാദം ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒരു മെഴുക്കുവരട്ടി, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും ചുട്ടരച്ച ചമ്മന്തിയും മുളക് വറുത്തതും ഒരച്ചാറും കൂടെ ഉണ്ടെങ്കിൽ വേണ്ട, പിന്നെ ഒന്നും വേണ്ട. അത് ശരിയാണ്. അതുകൊണ്ട് അതൊക്കെയാണ് ഫേവറേറ്റ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തും കഴിക്കും. എപ്പോഴും എന്നോട് പറയും അമ്മയുടെ കൈ കൊണ്ട് എന്തെങ്കിലും വേണ്ടില്ല. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും അമ്മ ആനി ചേച്ചിയുടെ അവിടെ പോയി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോവാ, എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുത്തുവിടായിരുന്നു കേട്ടോ പിള്ളേർക്ക്. ശരിക്കും ഈ തള്ള ഇങ്ങനെ ആയിപ്പോയി, എന്നാ ചെയ്യാനൊക്കെ. ചേച്ചി ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല പിള്ളേർക്ക് കുഞ്ഞുനാളില്? എന്തൊരു അന്തസ്സോടെ പറയുന്നു. ഇതിനൊന്നും മറുപടി ഇല്ല പറയാൻ. പിള്ളേരെ പേഴ്സണലായിട്ട് കിട്ടുമ്പോ ഞാൻ പറയാൻ ബാക്കി. പിള്ളേരെന്നാ ചെയ്യുന്നു ഇപ്പം? എനിക്കറിയാം, പക്ഷെ എന്റെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ. മൂത്ത ആള് ഡയറക്ടർ രഞ്ജിത്തിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. രണ്ടാമത്തെ ആള് പിന്നെ മൂത്താൾ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് TCSലായിരുന്നു. അതൊക്കെ റിസൈൻ ചെയ്തിട്ടാണ് രഞ്ജിത്തിന്റെ കൂടെ വന്നത്.
രണ്ടാമത്തെ ആള് ട്രാവൽ ആൻഡ് ടൂറിസം ബികോം ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ കഴിഞ്ഞിട്ട് ഇപ്പം അയാൾ സ്വന്തമായിട്ട് വൈറ്റ് മഗ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ട്, അവർക്ക് ബേസ് ഗിറ്റാറിസ്റ്റാണ്. ചേച്ചി ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ പുസ്തകമൊക്കെ എഴുതുന്ന കുറച്ചുകൂടെ ഒക്കെ പ്രായം ചെന്നിട്ട് ഒക്കെയാന്നാ പറയുന്നത്. ചേച്ചി എന്നെ നേരത്തെ എഴുതി ഒരു കൊല്ലം ജീവിച്ചാലും അർത്ഥമുള്ള ജീവിതമാണെങ്കിൽ നമുക്കൊരു പുസ്തകം എഴുതാം. 100 വയസ്സ് വരെ ജീവിച്ചാലും ഒരർത്ഥവും ഇല്ലെങ്കിൽ പിന്നെ ആ മനുഷ്യനെ കൊണ്ട് എന്ത് പ്രയോജനം ഈ ഭൂമിക്ക്? ശരിയാ. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാൾ അനുഭവിക്കേണ്ട എല്ലാ ഘട്ടങ്ങളിൽ കൂടെയും കടന്നുപോയ ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ എഴുതിയാൽ അത് ഒന്ന്, ഞാൻ എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ ഞാനൊരു പേപ്പറിലേക്ക് പകർത്തുന്നു എന്നുള്ളൊരു ആശ്വാസം. 2, നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങിപ്പോ, ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് എനിക്ക് തോന്നി കുറേ പേർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. കാരണം ജീവിതത്തിൽ ഒന്നിനും തളരേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും സൊല്യൂഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ശരിയാ. ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനെന്ന് പറഞ്ഞ് വരാറുണ്ട്. പെൺകുട്ടികളും അമ്മമാരും ഈവൻ പുരുഷന്മാർ പോലും വരാറുണ്ട്. ഏറ്റവും രസം എന്താ അറിയോ, നമ്മളെപ്പോഴും സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പുരുഷൻ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ എന്നെ എത്ര പേരെന്നറിയാം ഭാര്യമാർ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എത്ര പേര്. ശരിക്കും പുരുഷ പീഡനം നല്ലോണം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം എന്നറിയോ, ഈ നമുക്ക് നിയമത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് സ്ത്രീകൾക്ക്. ഒരുത്തന്നെ 4 ദിവസം അടുപ്പിച്ച് തുറച്ചു നോക്കിയാൽ എനിക്ക് വേണമെങ്കിൽ അവൻ്റെ പേര് കംപ്ലൈൻറ്റ് കൊടുക്കുക. പക്ഷെ പുരുഷന് അങ്ങനെ ഒരു നിയമം ഇല്ല. അപ്പോൾ ഇവരിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുകയാണ്, സാറേ എൻ്റെ ഭാര്യ എടുത്തിട്ട് തല്ലണമെന്ന് പറഞ്ഞാൽ പോലീസുകാരെന്ന് പറയും നാണമില്ലല്ലേ, പോയാണ് കവാലം കുറ്റി നോക്കിയാൽ കൂട്, അല്ലെങ്കിൽ അവിടെ ഉപേക്ഷിക്കുക എന്ന് പറയും. പക്ഷെ അതേ ഒരു സ്ത്രീ പോയി പറയുകയാണെങ്കിൽ ഉടനെ എഴുതി, ഉടനെ അത് FIR ഇട്ടു, നിയമപരമായി മൂവ് ചെയ്തു, അല്ലേ? അപ്പോൾ ശരിക്കും ഇത് നടക്കുന്നുണ്ട്. ചേച്ചി ശരിക്കും ഇത്രയും പേര് കൗൺസിലിങ്ങിന്, കുട്ടികളായാലും പുരുഷന്മാരായാലും സ്ത്രീകളായാലും കൗൺസിലിങ്ങിന് വരുന്നു എന്ന് ചേച്ചി പറഞ്ഞു. പക്ഷെ ചേച്ചിക്ക് അങ്ങനെ കൗൺസിലിംഗ് ഉണ്ട് എന്നുള്ളത് അവർക്ക് എങ്ങനെ മനസ്സിലായി? അത് ഈ പുസ്തകം വായിച്ചിട്ട്. ഈ പുസ്തകം വായിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് ഇവരെടുത്ത് പോയാൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. ശരിക്കും ചേച്ചിക്ക് ഒരു സൊല്യൂഷൻ കിട്ടി എന്ന് പറയുന്നത്, ശരിക്കും ചേച്ചി ഞാൻ ചോദിക്കുക, ചേച്ചിയുടെ ജീവിത അനുഭവങ്ങൾക്ക് ഒരു ആശ്വാസം ചേച്ചി ശരിക്കും ഈ ബുക്കിൽ കൂടിയാണോ കണ്ടെത്തിയത്? ഞാൻ ബുക്കിൽ കൂടെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ പണ്ട് മുതലേ എനിക്കൊരു ഞാനിപ്പോൾ അതൊരു പുസ്തകമാക്കാൻ ഉദ്ദേശിക്കുന്നു. അതായത് ഒരു 10-17 വർഷം മുമ്പ് ഒരുപാട് ഡിപ്രഷൻ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ ഡയറി എഴുതുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ വല്ലാതെ മാനസിക പ്രശ്നം വന്നപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകാം എന്നിങ്ങനെ ഒരു തോന്നൽ വന്നു. സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് തോന്നിയത് വേണ്ടിയിരുന്നില്ല. പിന്നെ ഇങ്ങനെ തന്നെത്താനെ ഇരുന്ന് ആലോചിച്ച് അതായത് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും എല്ലാം ഒന്നും പറയാനൊന്നും നമുക്ക് പറ്റില്ല, അല്ലേ? ചിലതൊക്കെ നമുക്ക് കുറച്ച് ലിമിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ദൈവത്തിനോട് പറയുക എന്ന് പറയില്ലേ, പൂജാമുറിയിലിരുന്ന് പറയാം. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ദൈവത്തിന് കത്തയക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഡയറി എടുത്തിട്ട് ശ്രീകൃഷ്ണന് അപ്പോൾ കൃഷ്ണന് കത്തയക്കാം. കൃഷ്ണന് കത്തയക്കുമ്പോൾ കൃഷ്ണൻ മറുപടി അയക്കും. അപ്പോൾ ഈ അയക്കുന്നതും മറുപടിയും ഞാൻ തന്നെയാണ്. അങ്ങനെ. ഓക്കെ. ഇതൊരു കൗൺസിലിംഗ് ആണ്, മനസ്സിലായില്ലേ? ഇതൊരു സെൽഫ് കൗൺസിലിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഇതിനുള്ള ഞാനൊരു ചോദ്യം ചോദിക്കും, എന്നിട്ട് ഉത്തരം ഞാൻ തന്നെ എഴുതും, മനസ്സിലായില്ലേ? അതിൽ ചിലപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഞാൻ തന്നെ ക്രിട്ടിസൈസ് ചെയ്യും, എന്നെ ഞാൻ തന്നെ ആശ്വസിപ്പിക്കും, എന്നെ ഞാൻ തന്നെ പുകഴ്ത്തും, എല്ലാം ഞാൻ തന്നെ ചെയ്യും. ഇപ്പം അത് വായിക്കുമ്പോൾ സംഭവം അന്നത് ചെയ്തെങ്കിലും അതെനിക്ക് ഞാൻ തന്നെ കൊടുത്തൊരു, അതാ ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും അവനവൻ്റെ ഉള്ളിൽ സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് ചുറ്റും ഇപ്പോൾ സാധാരണ ഒരു അമ്മയും അച്ഛനും സഹോദരങ്ങളൊക്കെ ഉള്ള ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യും? ഓടി വീട്ടിൽ പോകും, അല്ലേ? ഞാനെവിടെ പോവും? നമുക്ക് പോകാൻ ഒരിടമില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും? നമ്മൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്തും. അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കുറേ കാലം എഴുതി അതെനിക്ക് നല്ലൊരു ആത്മധൈര്യം കിട്ടിയിട്ടുണ്ട്. ചേച്ചി ഈ പുസ്തകം ഒത്തിരി പേര് വായിച്ചു എന്നും എല്ലാവരും ചേച്ചി ഇപ്പോൾ കൗൺസിൽ ചെയ്ത് കുറേ ആൾക്കാർ നന്നായില്ലേ? അതെല്ലാം പോട്ടെ, ചേച്ചിക്ക് ഈ പുസ്തകം വായിച്ചിട്ട് ആരെങ്കിലും അവാർഡായിട്ടോ അല്ലെ ഇത്രയും നല്ലൊരു അനുഭവങ്ങൾ കൂടിയും അല്ലെങ്കിൽ ഇത്രയും ഇത് പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും ചേച്ചിക്ക് അവാർഡായിട്ടോ?
അല്ല, എനിക്ക് ഈ ബുക്കിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2014 കോഴിക്കോടൻ അവാർഡ് ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പുസ്തകം ഇപ്പോൾ 12ാമത്തെ എഡിഷനായി. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം 10 കല്യാണം നടന്ന 8 ഡൈവേഴ്സ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ കാരണമൊന്നും എനിക്കറിയാമല്ല, ശരിക്കും കേട്ടറിവാ. ഇങ്ങനെ നല്ല കൗൺസിൽ ചെയ്യുന്ന ഒരു ചേച്ചിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു ഉപദേശം കൊടുത്തേ. അതായത് പെൺകുട്ടികൾ ഇനി ജീവിതത്തിൽ എടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനം അടിസ്ഥാനപരമായിട്ട് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. കാരണം നമ്മളിൽ നിന്ന് എന്ത് വേണമെങ്കിലും സമൂഹത്തിന് എടുത്തു മാറ്റാൻ പറ്റും, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള വിദ്യ ഒരാൾക്കും തട്ടിക്കൊണ്ടുപോകാനൊക്കെ പറ്റില്ല. ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ MA പഠിക്കുക, BA പഠിക്കുക, IAS, അത് മാത്രമല്ല, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ നമ്മൾ വിദ്യ അഭ്യസിക്കുക. അത് കലാപരമായിട്ടാണെങ്കിലും എഴുത്താണെങ്കിലും അല്ല, പിന്നെ അക്കാഡമിക്കൽ ആണെങ്കിലും അതിൽ നമ്മൾ ദി ബെസ്റ്റ് ആവാൻ നോക്കുക. നമുക്ക് ചുറ്റും മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ള കോൺസെൻട്രേഷൻ ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇത് തന്നെ ആൺകുട്ടികൾക്ക് തിരിച്ചു പറയാനുള്ളത്, സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുക. അത് നിൻ്റെ അമ്മയും നിൻ്റെ പെങ്ങളെയും പോലെ തന്നെയാണ് ഈ നിൻ്റെ മുമ്പിൽ കാണുന്ന സ്ത്രീകളെല്ലാം, അല്ലേ? അതിൽ നിന്ന് ഒരാളെ മാത്രമേ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, അല്ല എല്ലാവരെയും നിനക്ക് അമ്മയാക്കാൻ പറ്റില്ല, എല്ലാവരെയും സഹോദരിയാക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടെ ആൺകുട്ടികൾ മുമ്പോട്ട് വന്നാൽ ഇവിടെ സ്ത്രീകൾ സേഫായി. ചേച്ചി പറഞ്ഞതൊക്കെ ഒത്തിരി വലിയ കാര്യങ്ങളാണ്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഇനി വരുന്ന ജനറേഷനും ഈ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എത്രയോ അനുഭവങ്ങൾ വന്ന് ഇങ്ങേറ്റം വരെ എത്തി. ചേച്ചിക്ക് പറയുന്നതിനപ്പുറം എനിക്ക് കൂടുതലൊന്നും പറയാനില്ലല്ലോ.